ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള AI ജനറേറ്റഡ് ഫോട്ടോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാക്കിയ ഫോട്ടോസാണിത്. ഇതിനെ നമ്മൾ ആദ്യം ഫോണിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കുക. അതിനുശേഷം ക്രോമിൽ നിന്നും ഡിനോസറിൻ്റെ PNG ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഫോട്ടോയ്ക്ക് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഡിനോസറിൻ്റെ ഫോട്ടോ എടുത്താൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഫോട്ടോ സേവ് ചെയ്തതിന് ശേഷം ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ എടുക്കുക. അതിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോ ആദ്യം ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡിനോസറിൻ്റെ ഫോട്ടോ PIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ബ്ലൂ കളർ ചിഹ്നത്തിൽ കാണാൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് PIPയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ PNG ഫോട്ടോ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ലൊക്കേഷനിലേക്ക് അതിനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ പ്രൈമറി ആയിട്ട് നമ്മൾ എടുത്ത ഈ ഫോട്ടോ സേവ് ചെയ്തെടുക്കുക. ഫോട്ടോ ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്തതിനു ശേഷം സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ ഇൻഷോട്ടിൻ്റെ പരസ്യം വരും, അത് നമ്മൾ ക്ലോസ് ചെയ്ത് കളയുക. ഇത് വീണ്ടും ഇൻഷോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ എടുത്ത് വെച്ച ഫോട്ടോയും കൂടി PIPയിൽ എടുത്തതിന് ശേഷം അതിനെ, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പിന്നിൽ ഡിനോസർ നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ നമുക്ക് കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് മായ്ക്കാനും നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ആ സൈഡ് ആഡ് ചെയ്യാൻ വേണ്ടത്, ബിൽഡിങ്ങിൻ്റെ സൈഡ്. അതിനെ കറക്റ്റായിട്ട് മായ്ച്ചെടുത്തിട്ട് ബ്രഷ് കൊണ്ട് ആഡ് ചെയ്തെടുക്കുക. നല്ല വൃത്തിയായിട്ട് മായ്ച്ചതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിനോസർ ബിൽഡിങ്ങിന് പിന്നിലാവുന്ന രീതിയിലേക്ക് ഈ ഫോട്ടോ മാറും. അതിനുശേഷം വീണ്ടും ഈ ഫോട്ടോ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതാണ് ആദ്യത്തെ ഫോട്ടോ. അതിനുശേഷം ആഡ് ചെയ്ത ഡിനോസറിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചത്. ഇനി നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യാം. ChatGPT ഓപ്പൺ ചെയ്തതിന് ശേഷം ChatGPTയിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം അവിടെ കമൻറ്റ് കൊടുക്കുക. കൺവേർട്ട് ദ ഫോട്ടോ ടു അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ സ്റ്റൈല് വരുന്നത് സ്റ്റൈലിന് ടൈപ്പ് ചെയ്തിട്ട് റിയലിസ്റ്റിക് അടിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം മേലെ കൺവേർട്ട് ഫോട്ടോ ടു റിയലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റും കൂടി കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ഏരോ ബട്ടൺ കണ്ടില്ലേ, സെൻഡ് ബട്ടൺ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ ഫിൽറ്ററിൽ മിസ്റ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ മിസ്റ്റി ബാക്ക്ഗ്രൗണ്ടിൽ വരികയും ചെയ്യും. ഈ 3 കമൻറ്റുകൾ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ ജനറേറ്റ് ചെയ്ത് ഫോട്ടോ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ഡിനോസറിൻ്റെ ഇൻഫോ പാർക്കിൽ കാണുന്ന രീതിക്കുള്ള മിസ്റ്റി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ. ഈ ഫോട്ടോനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തേക്കുന്നത്.
അതുപോലെ തന്നെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ചെയ്ത ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.